നമസ്കാരം. സ്നേഹജ്യോതിസ് ഫാമിലി അമ്മ പ്രാർത്ഥനാ ധ്യാനം. ഭഗവാൻ ഇന്ന് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഓരോ ദിവസവും ഓരോ മെസ്സേജ് തന്ന് നമ്മുടെ ആ ഒരു ചര്യയിൽ കൂടി വ്യത്യസ്തനാക്കിക്കൊണ്ട് ചെറിയ ചെറിയ മെസ്സേജുകളാണ് എങ്കിലും നമ്മളത് സ്ഥിരം കണ്ടുകൊണ്ട് അതനുവർത്തിക്കുമ്പോൾ നമ്മുടെ പൂർവ്വജന്മ ദുരിതങ്ങളെ ഇല്ലാതെയാക്കാനും അതുപോലെ നമ്മളെ പടിപടിയായി ഉയർത്താനുമാണ് ഈ ഒരു ഭഗവാന്റെ സന്ദേശം, നമുക്ക് നൽകുന്ന സന്ദേശം നമ്മളെ സഹായിക്കുന്നത്. ഭഗവാന്റെ ഈ ഒരു അനുഗ്രഹത്തിന് നമ്മൾ ഹൃദയം കൊണ്ട് നന്ദി പറയുക. കാരണം എത്രമാത്രമാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും ഭഗവാൻ നമ്മളെ ഈ അനുഗ്രഹം കൊണ്ട് സഹായിക്കുന്നത്. ഭഗവാന് ഭക്തനോടുള്ള ഇഷ്ടം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പ്രത്യേകം അതിനെപ്പറ്റി പറയേണ്ടതില്ല. ഭഗവാന് ഭക്തനെ കഴിഞ്ഞിട്ടുള്ളൂ മറ്റെന്തും. ഭഗവാൻ ഭക്തന്റെ ഹൃദയത്തിൽ വസിക്കുന്നു എന്നുള്ളതും എല്ലാവർക്കും അറിയാം. ആ ഭഗവാനെ സ്നേഹപൂർവം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് നൽകുന്ന മെസ്സേജ് നമ്മളത് സ്വീകരിച്ച് നമ്മൾ ആ ഒരു മെസ്സേജിൽ എന്താണോ പറയുന്നത് അതനുസരിച്ച് ഇന്നത്തെ ദിവസം നമ്മൾ മുന്നോട്ട് പോകും എന്നുള്ളത് ഉറപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ ആ സ്നേഹത്തിന് ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞ് ഓം നമോ നാരായണായ, ഓം നമോ വാസുദേവായ, ഓം കൃഷ്ണദേവ. നമ്മുടെ ജീവിതത്തെ, നമ്മുടെ പൂർവ്വജന്മ കർമ്മങ്ങളെ, ദുരിതങ്ങളെ മാറ്റാൻ സഹായിക്കുന്ന, നമ്മുടെ ഐശ്വര്യത്തിലേക്ക് നയിക്കാൻ സഹായിക്കുന്ന മെസ്സേജ് ഭഗവാൻ ഞങ്ങൾക്ക് അനുഗ്രഹമായി നൽകിയാലും ഞങ്ങളത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് അതനുസരിച്ചുകൊണ്ട് പടിപടിയായി നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നതാണ്. നന്മയിലേക്കും ആത്മീയമായ ചൈതന്യത്തിലേക്കും ഭഗവാന് നമ്മളോട് കാണിക്കുന്ന ഈ ഒരു കരുണയ്ക്ക്, അനുഗ്രഹത്തിന് അവിടുത്തെ ഈ ഒരു ഭക്തന് ഈ കാർഡ് എടുത്ത് നമ്മൾ സെലക്ഷനാണ്. നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഭഗവാൻ ഒരു സൂചന തരികയാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വേണ്ട കാര്യങ്ങൾ, ജീവിതത്തിലേക്ക് വേണ്ട വ്യക്തികൾ, അതുപോലെ എല്ലാ മേഖലയിലും നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ബുദ്ധിപൂർവം സെലക്ട് ചെയ്യണമെന്നാണ് ഭഗവാൻ ഇന്ന് തരുന്ന മെസ്സേജ്. അപ്പോൾ ഭഗവാൻ അറിയാം നമ്മളിന്ന് എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ഏതോ ഒരു കാര്യം തീരുമാനമെടുക്കാൻ കഴിയാതെ ബുദ്ധിമുട്ടി ഇരിക്കുകയാണെന്ന് ഭഗവാൻ അറിയാം. അപ്പം നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യം വളരെ ബുദ്ധിപൂർവം, വളരെ ആലോചിച്ച്, പ്രധാനപ്പെട്ടതാണെങ്കിലും ശരി ചെറുതാണെങ്കിലും ശരി, വളരെ ആലോചിച്ച് വേണ്ട പോലെ അതിനെ അറിവ് നേടി സെലക്ട് ചെയ്യാൻ പറയുകയാണ് കേട്ടോ. പിന്നെ ഇവിടെ നമുക്ക് മറ്റൊന്നും കൂടി പറയാം. ഭഗവാൻ നമ്മളെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഭഗവാന്റെ മെസ്സേജുകൾ സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന്, അല്ലെങ്കിൽ തയ്യാറാണ് നമ്മൾ എന്നുള്ളത് കൊണ്ട് ഭഗവാൻ നമ്മളെ സെലക്ട് ചെയ്തൊന്നും നമുക്ക് സന്തോഷപൂർവ്വം അങ്ങനെ നമുക്ക് പറയാം. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യമാണെങ്കിലും വളരെ ബുദ്ധിപൂർവമായിട്ട്, കാരണം ഭഗവാൻ പറയുന്നുണ്ട് നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ തീരുമാനങ്ങളാണ് എന്ന്. ഇനി ഭഗവാൻ നമ്മളെ സെലക്ട് ചെയ്തെന്ന് വയ്ക്കുക, ഭഗവാന്റെ ഒരു ഗ്രൂപ്പിലേക്ക് ഭഗവാന്റെ വാക്കുകൾ അനുസരിക്കുന്ന ഒരു ഭക്തരായിട്ട് നമ്മളെ സെലക്ട് ചെയ്തെന്ന് വയ്ക്കുക. അപ്പോൾ നമ്മൾ പിന്നെ ഇതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പറഞ്ഞു തന്നത് നമ്മുടെ കാര്യങ്ങൾ ബുദ്ധിപൂർവ്വം തീരുമാനമെടുക്കുക, നമ്മുടെ കാര്യങ്ങളും പ്ലാനുകൾ അനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം എന്താണോ നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, എന്താണോ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അത് തന്നെയാണ് നമ്മൾ ആയിത്തീരുക, അല്ലെങ്കിൽ അതിലേക്കാണ് നമ്മൾ എത്തിച്ചേരുക. കാരണം ഭഗവാന്റെ ആ അനുഗ്രഹം കൊണ്ട്, ഭഗവാന്റെ ആ ഒരു സ്നേഹം കൊണ്ട്, കരുണ കൊണ്ട് കേട്ടോ. അപ്പം അത് പ്രത്യേകം നമ്മൾ ഓർക്കുക. അതുകൊണ്ട് നമ്മൾ എന്താണെന്ന് മുതൽ ചെയ്യുക, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്ന, അനുഗ്രഹം ലഭിക്കുന്ന കാര്യങ്ങളാണ് മുൻനിർത്തി ചെയ്യുക. നമുക്ക് ലക്ഷ്യം എന്താണ്? ഭഗവാനിലേക്ക് എത്തിച്ചേരുക, ഭഗവാനുമായിട്ട് കൂടിച്ചേരുക എന്നാണ് നമ്മുടെ ലക്ഷ്യം.
അപ്പോൾ എന്താണ്, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്ന കാര്യങ്ങൾ നമ്മളിന്ന് ചെയ്യുള്ളൂ. അത് നന്മ, സ്നേഹം, സേവനം, ക്ഷമിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് ഭഗവാന്റെ സെലക്ഷൻ ഗ്രൂപ്പിൽ പെട്ടതാണ് നമ്മൾ. അപ്പോൾ ആ ഒരു സെലക്ഷൻ, ആ ഒരു പ്രിവിലേജ് നമ്മൾ കാത്തുരക്ഷിക്കണം. ഭഗവാൻ നമ്മളെ സെലക്ട് ചെയ്ത നിലയ്ക്ക്, ആ കരുണ നമ്മളിലേക്ക് ചൊരിഞ്ഞ നിലയ്ക്ക് നമ്മൾ ഭഗവാന്റെ ചൈതന്യത്തിനോ ഭഗവാന്റെ ഇംഗിതത്തിനോ കോട്ടം പറ്റാത്ത രീതിയിൽ വേണം നമ്മുടെ ജീവിതം ഇന്ന് മുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പം എന്താണ് ചെയ്യേണ്ടത്? നന്മ നിറഞ്ഞ മനസ്സോടെ മറ്റുള്ളവരോട് ക്ഷമിച്ച് മറ്റുള്ളവർക്ക് നന്മയാകാം, ഒപ്പം നമ്മുടെ തന്നെ ചൈതന്യത്തെ വർദ്ധിപ്പിക്കും വേണം. ഭഗവാൻ അത് പ്രത്യേകം പറയുന്നുണ്ട്. കാരണം നമ്മുടെ ചൈതന്യത്തെ വർദ്ധിപ്പിച്ച് നമ്മുടെ ആത്മീയ പുരോഗതിക്കാണ് നമ്മുടെ ഈ ജന്മം. അപ്പോൾ നമ്മുടെ ആത്മീയ പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, മറ്റുള്ളവരെ സഹായിക്കുന്നതോടൊപ്പം, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതോടൊപ്പം. അതായത് ജ്ഞാനം നേടുക, നല്ല വഴികൾ എങ്ങനെ തിരഞ്ഞെടുക്കാം, നല്ല വഴികൾ എന്താണെന്ന് ജ്ഞാനം നേടുക, നല്ല ആ ജ്ഞാനത്തിലേക്കുള്ള വഴികളെ നമ്മൾ തിരഞ്ഞു പിടിക്കുക. എന്നിട്ട് ആ ജ്ഞാനം വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണെന്ന, ഭക്തി അതിനേക്കാൾ ശ്രേഷ്ഠമാണ്, പക്ഷെ ആ ജ്ഞാനം വളരെ ശ്രേഷ്ഠമാണ്. നമ്മുടെ ഭക്തിയിൽ, ഉത്തമമായ ഭക്തിയിലേക്കും അതുപോലെ ആ ആത്മീയ ചൈതന്യത്തിലേക്കും നയിക്കും. അപ്പം അങ്ങനെ ഭഗവാന്റെ സെലക്ഷൻ ഗ്രൂപ്പിൽപ്പെട്ട നമ്മളെല്ലാവരും ഭഗവാന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭഗവാനിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇന്നു മുതൽ ജീവിക്കാൻ കേട്ടോ. അപ്പം നന്മയും സ്നേഹവും ക്ഷമയും, മറ്റുള്ളവർ എന്തെങ്കിലും തെറ്റുകൾ പറയുകയോ ചെയ്യുകയോ ചെയ്താൽ നമ്മൾ വിചാരിക്കുക നമ്മൾ ഭഗവാന്റെ ഗ്രൂപ്പിൽ പെട്ടതാണ്, ഭഗവാൻ സെലക്ട് ചെയ്തുള്ളതാണ്. അപ്പോൾ ആ സെലക്ട് ചെയ്ത് നമ്മൾ ഭഗവാന് തുല്യമായിട്ട് വേണം ചിന്തിക്കാൻ, ഭഗവാന്റെ മനസ്സോടുകൂടി വേണം ചിന്തിക്കാൻ എന്ന് ചിന്തിച്ചുകൊണ്ട് അങ്ങനെ കണക്കാക്കിക്കൊണ്ട് അവരോട് ക്ഷമിക്കുക, നന്മകൾ ചെയ്യുക, നന്മകൾ പറയുക. നമ്മുടെ ഒരു ശത്രുവിന് നമ്മൾ 10 പ്രാവശ്യം നന്മ വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ അയാൾ അത് തിരിച്ചറിയും, അല്ലെങ്കിൽ ഭഗവാൻ തന്നെ അയാളെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തും. കാരണം ഭഗവാൻ നമ്മൾ സസൂക്ഷ്മ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് പ്രാർത്ഥിച്ച പോലെ തന്നെ ഒരു കാർഡ് തന്നുള്ളത്. ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമായതിന് നന്ദി പറഞ്ഞപ്പോൾ നമ്മൾ ആ അനുഗ്രഹത്തിന്റെ ഗ്രൂപ്പിലേക്ക് നമ്മളെ ചേർത്തിട്ടുണ്ട്, സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന ആ സെലക്ഷനാണ്. അപ്പോൾ വാട്ട് യു ചൂസ് ബിക്കംസ് യുവർ ഡെസ്റ്റിനി കേട്ടോ. അപ്പോൾ ചൂസ് വൈസ്ലി. നമ്മൾ എന്താണോ ചൂസ് ചെയ്യുന്നത്, അതാണ് നമ്മുടെ വിധി, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന കാര്യം നമ്മളായി തീരുന്നത് അതാണ്. അപ്പം നമ്മൾ തീരുമാനിക്കുന്നത് ഇവിടെ വീണ്ടും പറയുകയാണ്, ഭഗവാന്റെ അനുഗ്രഹത്തിന് പാത്രമാകുന്ന കാര്യങ്ങൾ മാത്രമാണ്. കാരണം ഭഗവാന്റെ ഗ്രൂപ്പിലുള്ളവരാണ് നമ്മൾ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നാളെ വീണ്ടും കാണാം.